കാട്ടാക്കട മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ അവതരണം നിനവ് 2026 സംഘടിപ്പിച്ചു. MLA IB സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 12ഓളം പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടത്. അജിത് കിളിയൂർ രചിച്ച നാട്ടറിവിലെ കാട്ടാൽ എന്ന പുസ്തകം ഈ പരിപാടിയുടെ ഭാഗമായി പ്രകാശനം ചെയ്യപ്പെട്ടു. കാട്ടാക്കട മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ അവതരണ പരിപാടി ശനിയാഴ്ച രാവിലെയാണ് ആരംഭിച്ചത്. നിനവ് എന്ന പേരിൽ അവതരിപ്പിച്ച പ്രോഗ്രാമിൽ കാട്ടാക്കട BRCയുടെ പരിധിയിൽ വരുന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. മാധ്യമപ്രവർത്തകൻ അജിത് കിളിയൂർ രചിച്ച നാട്ടറിവിലെ കാട്ടാൽ എന്ന പുസ്തകത്തിന്റെ ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിച്ചു. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത, സംഘാടക സമിതി കൺവീനർ N ശ്രീകുമാർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കാർബൺ ന്യൂട്രൽ സ്ഥലനാമ ചരിത്രം, മഞ്ചാടി, ഗോട്ടക്, ജലസമൃദ്ധി, ഒപ്പം പ്രഥമ അധ്യാപകർക്ക് ആദരവ്, ഗ്രൂപ്പ് ഡാൻസ് ഓട്ടിസം സെന്റർ, വേരുകൾ ചിറകുകൾ, കാട്ടാലാരവം, YIP പ്രതിഭകളിലൂടെ റേഡിയോ ചങ്ങാതി എന്നിവയാണ് അവതരിപ്പിക്കപ്പെട്ട പ്രധാന പരിപാടികൾ. സംഘടിപ്പിക്കപ്പെട്ട വിവിധ പരിപാടികളുടെ ചർച്ച അവതരണം. ജലസമൃദ്ധി പദ്ധതി നമുക്കൊക്കെ അറിയുന്നതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ലോക പുനർനിർമ്മാണ സെഷനിൽ ഡോക്ടർ പോൾ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ദക്ഷിണാന സാഹിത്യം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകത്തെ ഏറ്റവും മികച്ച ജലസംരക്ഷണ മാതൃക ഞങ്ങൾ ഇന്ത്യയിലാണ് കണ്ടത് എന്നാണ്. ഇന്ത്യയിൽ അത് കേരളത്തിലാണ്. കേരളത്തിൽ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടാക്കട എന്ന പ്രദേശത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ അരിയൂർ കോട്ട എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ട്. പലരും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു ചരിത്രകാരനായ വളരെ നല്ല ചരിത്രകാരനായ ശിവശങ്കര സാർ പറഞ്ഞത് ഈ അരിയൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്, അത് കേരളത്തിലല്ല. പറളിയാറിന്റെ തീരത്താണ് ഈ അരിയൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ എന്റെ അന്വേഷണത്തിൽ ഈ അരിവിക്കര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പൂർണ്ണനാമം അരിയൂറാണെന്ന് കണ്ടെത്താൻ കഴിയുന്നു. അത് ചരിത്രപരമായ രേഖയുണ്ട്. വളർത്താനായി കാട്ടാക്കടയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ ചേർത്ത് ആരംഭിച്ച ഒരു റേഡിയോ പരിപാടിയാണ് റേഡിയോ ചങ്ങാതി എന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിന്റെ നേതൃത്വത്തിൽ മലയാളം സ്കൂളിലെ ടീച്ചർ വിനിത ടീച്ചറാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്തത്. എന്റെ ആവശ്യമായിട്ടുള്ള ആദ്യത്തെ തുടക്കമായിരുന്നു റേഡിയോ ചങ്ങാതി. അന്ന് ഞാൻ 1ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ സന്തോഷമെല്ലാം മടങ്ങി പറഞ്ഞ് സ്കൂളിൽ പോകാൻ കഴിയാതെ, കൂട്ടുകാരിയൊന്നും കാണാൻ കഴിയാതെ വിഷമിച്ച് വീട്ടിൽ അടച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, കൊറോണ കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റേഡിയോ ചങ്ങാതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ കുട്ടി RJ കുട്ടികളുടെ ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോയായ സാഹിത്യവാണി 1.14 ആദ്യമാണ്. ഇതിനായി എന്നെ സഹായിച്ചത് റേഡിയോ ചങ്ങാതിയുടെ അനുഭവമാണ്. റേഡിയോ ചങ്ങാതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം.